ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ക്യാമ്പസിന്റെ ഫ്രണ്ടേജിലാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ മൈസൂർ റെയിൽ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഓട്ടോയില് കയറി ഇതാ മാർക്കറ്റിലേക്ക് പോവാൻ നിൽക്കാണ്. അപ്പോ നമ്മളിപ്പോ ഉള്ളത് മൈസൂർ മാർക്കറ്റിലാണ്. എങ്ങനെയുണ്ട് ചെറിയ മാർക്കറ്റ്? അടിപൊളിയാണ്. നല്ല ഇവിടെ ഷൂ ബാഗുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വില കുറവുള്ള. ഇവിടെ കന്നടക്കാരെ കൊണ്ട് തല്ലാണ്, ഭയങ്കര തിരക്കാണ്. അപ്പോ നമ്മളിപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്. പാനിപ്പൂരി നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പാനിപ്പൂരി എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരുണ്ടാക്കുന്ന ബംഗാളികളെ പൊതുവെ നമ്മളെ മറ്റേ ആ കൈക്കാട് വെള്ളം ഉണ്ടാക്കി ഞാൻ അയക്കാൻ വെച്ചിട്ട് അതല്ല പാനിപ്പൂരി. ഞാൻ ഇവിടുന്ന് മുമ്പ് പാനിപ്പൂരി വാങ്ങിച്ചുകൊണ്ട് ഉള്ളിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പാനിപ്പൂരി കഴിക്കൂല, എനിക്ക് ഒന്നാമത് വൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ അത്രയും മറ്റേ ബാക്കോട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ. പാനിപ്പൂരി എന്താ നമുക്കറിയില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരു ഒറ്റ പ്രാവശ്യം പാനിപ്പൂരി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ മനസ്സിലായി ഇതാണ് പാനിപ്പൂരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാനിപൂരി കഴിച്ചു നോക്കിയാലോ? പാനിപ്പൂരി ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് മൈസൂർ പാനിപൂരി എങ്ങനെയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, ഇവിടെ ബാഗിനൊക്കെ വില കുറവാണ് പറഞ്ഞിട്ട് ഇപ്പൊ 500 എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മള് വില പേശിക്കാണ്ട് 300 രൂപയ്ക്ക് വാങ്ങാനുള്ള പ്ലാനിങ് ആണ്. നോക്കാൻ മതി. അപ്പൊ ഗായ്സ് 550 റുപ്യ എന്ന് പറഞ്ഞ ബാഗ് നമ്മൾ 300 റുപ്യക്ക് വാങ്ങിയത്. അപ്പൊ ഗായ്സ് നമ്മള് എൽസിന് വാച്ച് വാങ്ങിക്കൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് പാനിപൂരി കഴിക്കാനായിട്ട് ദാ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. പാനിപൂരി എന്താ അവസ്ഥ? അപ്പൊ നമ്മള് ഫ്ലവർ മാർക്കറ്റിലാണുള്ളത്. ഫുള്ള് നാച്ചുറൽ ഫ്ലവേഴ്സിന്റെ ഒരു കലവറയാണ്.